ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖല്ലേ? അയിനു ഹായ് പറ. സുഖാണോ നോക്കി ഒരു ഉമ്മ എടുക്ക്. ഇങ്ങനെ കൊടുക്ക്. അല്ലോ ഇങ്ങനെ ഉമ്മ എടുക്ക്. ആ അപ്പൊ ഗേസ്, ഞാനും അയിനോസും ഇവിടുന്ന് പോവാണ് കേട്ടോ. വീണ്ടും ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ പറഞ്ഞല്ലോ, ലോണും കാര്യത്തിനൊക്കെ ഞങ്ങള് ഇങ്ങോട്ട് വന്നാണ്. അപ്പൊ തിരിച്ച് ഞാനും അയിനോസും ഇന്ന് പോവാണ് കേട്ടോ. അപ്പൊ അതിന് ചെറിയ ചെറിയ പാക്കിംഗ് ഉണ്ട്. എന്നാലും ഞാൻ അന്ന് വന്നപ്പോൾ കൊണ്ടുപോയ ഡ്രസ്സൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അതേപോലെ അവിടെ ബാഗിലുണ്ടായിരുന്നു. എന്നാലും കുറച്ച് അയിനോസിന്റെ ഗുളികയും മരുന്നും ഒക്കെ എടുത്ത് വെക്കണതാ. അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ബാഗിലേക്ക് എടുത്ത് വെക്കണം. ഇതൊക്കെ അയിനോസിന്റെ ഗുളികകളാണ് കേട്ടോ. മരുന്നും ഗുളികയും കാണിച്ചു. ഇതൊക്കെ അയിനോസിന്റെ, ഇത് മൂന്നും അയിനോസിന്റെ ആണ് കേട്ടോ. ഇത് അയിനോസിന് പനി കൂടുമ്പോൾ അതിന് മുമ്പ് അവസ്മാരം വന്നീനല്ലോ, അപ്പോൾ ഡോക്ടർ തന്നതാണ്. പനി കൂടുതലാകുമ്പോൾ കുടിക്കേണ്ട മരുന്നാണിത്. അതുപോലെ തന്നെ ഇത് കഫക്കെട്ടിൻ്റെത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കേണ്ട എന്തോ ഒരു മരുന്നാണിത്, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇത് ഗുളികപ്പെട്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ളും ഞാൻ കുടിക്കുന്ന ഗുളികകളാണ്. ഇതാ ഈ ബോക്സിലും ഇതിലൊക്കെ ഫുള്ളും. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ മൈലാഞ്ചി അരിച്ചിന് കേട്ടോ. അപ്പം അമ്മച്ചി കുറേ ആയി പറയുന്ന മൈലാഞ്ചി അരിക്കണം, ഇടണം എന്നൊക്കെ. അപ്പം ഇന്നലാണ് സമയം കിട്ടി. അപ്പം എനിക്ക് ഇടാനുള്ളത് ഞാൻ കുറേ കൊണ്ടുപോകാണ് കേട്ടോ. എന്താണ് അയിനോസേ, നമുക്ക് പോണ്ടേ? അയിനു ഇന്ന് പോണ്ടേ നമുക്ക്? അതിന് പോരുന്നുണ്ടോ അയിനോസേ? അപ്പം ഇനി ഈ ഇതൊക്കെ ഇനി മരുന്ന് കാര്യങ്ങളൊക്കെ ഒരു കവറിൽ കെട്ടിയിട്ട് ബാഗിലേക്ക് വെക്കണം. ബാഗിൽ ഓൾറെഡി ആദ്യം ഞാൻ കൊണ്ടുപോയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തേക്കല്ല. അയിനോസിൻ്റെ പുതിയതൊക്കെ 2-3 ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചതും. പിന്നെ വീട്ടിൽ നിന്നിടാനുള്ള ഡ്രസ്സ് അയിനോസിന് ഇഞ്ച വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ പുരേ നിടാളൊന്നും അയിനോസിന് കൊണ്ടുപോകാനില്ല. ഓയ് കുപ്പായോ, നമുക്ക് കുപ്പായി പിന്നെ ഇടാട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ എടുത്ത് വെക്കണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അയിനോസ് സമ്മതിക്കില്ല. ഇനിയിപ്പോൾ കുപ്പായി ഇടേണ്ടി വരും. എന്തായാലും വേഗം എടുത്തേക്കണേ. ഇനി ഇങ്ങനെ വെച്ചെന്നാൽ അയിനോസ് സമ്മതിക്കില്ല. ഓന് എന്താ സൂക്കേടുള്ളപ്പോൾ ഓന് മരുന്ന് കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷെ ഒന്നും ഇല്ലാത്തപ്പോഴോ ഓന് മരുന്ന് തന്നെ വേണം. മരുന്ന് കണ്ടാൽ അത് കുടിക്കണം. അതൊന്നുമില്ല, ഒന്നായിട്ട് ചിലപ്പോൾ കുടിക്കണം ഓന്. അങ്ങനത്തെ ചെറിയ ചെറിയൊരു കുറുമ്പ് ഉണ്ടോ ഓന്. അപ്പം ഞാനിത് മരുന്ന് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഉമ്മച്ചിൻ്റെ അടുത്ത് പോയി കരയുന്നത്. അതുപോലെ തന്നെ ഇതിലും എൻ്റെ ഡ്രസ്സും ഉണ്ട് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ലൈക്ക് ചെയ്ത് വീഡിയോസ് കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓളൊന്ന് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് കരയുന്നത്. അതുപോലെ തന്നെ മരുന്നും രണ്ടും ഞാൻ കൊടുക്കുന്നില്ലല്ലോ, അതിനാണ് ഇപ്പോൾ അമ്മച്ചിൻ്റെ അടുത്ത് പോയിട്ട് കരയുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അതുപോലെ തന്നെ തട്ടൊന്ന് റെഡിയാക്കണം. ആകെ അലങ്കോലമായിട്ട് എടുക്കുക. എത്ര നല്ലോടാക്കിയാലും പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ തന്നെ ഉണ്ടാവും. അപ്പം ഇതൊന്ന് റെഡിയാക്കണം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇല്ലേ അതിനോ? ഇല്ലേ? എന്താണ് കുപ്പായി? നമുക്ക് പോകുമ്പം മാറാം, ഇപ്പഴണ്ട. ഉപ്പ വരട്ടെ, ഉപ്പ വന്നിട്ടിടേ. അപ്പോൾ കാക്കു അല്ല കേട്ടോ ഞങ്ങളെ കൊണ്ടാക്കുന്നത്. കാക്കുവിന് വർക്കുള്ള കാരണം ജമ്മയും ബ്രദറും ആണ് വരുന്നത്. അതേ ഞാൻ പറയില്ല, കുട്ടക്കാക്കയാണ് വരുന്നത്. അപ്പോൾ കാക്കുവിന് ഇന്ന് എന്തായാലും ആവില്ല, കാരണം ദൂരെയാണ് വർക്കുള്ളത്. അടുത്ത വർക്ക് ഇന്നത്തോടെ കഴിയും. അതുകൊണ്ട് തന്നെ കുറേ ലേറ്റ് ആവും വരാൻ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കെല്ലാം സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം തട്ട് എനിക്ക് എത്തുന്ന 2 ഞാൻ നല്ലോണം വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി. അവിടെ ഇതൊക്കെ കാക്കു പണിക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ സൈഡിൽ വെച്ചത്. അപ്പോൾ 2 തട്ടും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം മേലെ എനിക്ക് എത്തൂല, മേലെ അമ്മച്ചി ആക്കിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഗുളിക മരുന്നൊക്കെ എടുത്ത് വെച്ചു.
ഇത് PPLയാണ് കേട്ടോ. ഐനൂസിന് വേണ്ടി കാക്കോ വാങ്ങിയതാണ്. പക്ഷേ ഇതവന് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതാ എനിക്ക് ഇടാനുള്ള ഡ്രസ്സും സെറ്റാണ്. ഇപ്പം ഇനി ബാക്കി ഐനൂസിൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കണം. ഐനൂസിൻ്റെ ഡ്രസ്സ് ഇപ്പോഴേ എടുത്ത് വെച്ചാൽ നേരത്തെ കണ്ടില്ലേ കുപ്പാനുള്ള തല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ പോകാൻ നേരത്താണ് ഐനൂസിൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കുള്ളൂ. അപ്പം കണ്ടില്ലേ ഇന്ന് പേരും വെയില, എന്താ ചൂടെന്നറിയോ. ഇന്നലെ ഒന്നും സിറ്റ് ഔട്ടിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള തണുപ്പ്, ഇന്നാണെങ്കിൽ ചൂട്. ഞാൻ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത്, എന്താ അറിയില്ല. എന്നാലും നല്ല ചൂടുണ്ട്. അതിനെക്കൊണ്ട് എന്തായി കുറേ ഡ്രസ്സുകളൊക്കെ ഉണക്കി കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഐനൂസ് താഴേക്ക് പോയിട്ടോ മക്കളെ കൂടെ. അവൻ്റെ ചെറിയൊരു യുദ്ധം കഴിഞ്ഞ് ഞാൻ പോയതാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ പോകുമ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം, കാണാം. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതാണ് കേട്ടോ പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ. മാക്സിമം ഞങ്ങളുടെ ചാനലിലെ ലിങ്കും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.